എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. ഹിന്ദി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപയോഗിച്ച് നമ്മൾ പലതരം വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ദഹി ഭിണ്ടിയാണ്. റൈസിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ദഹി ഭിണ്ടി. ദഹി ഭിണ്ടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കാം. അടുത്തതായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്കയുടെ കളർ മാറി ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്കയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കറുവായില ചേർക്കാം. ഒരൽപ്പം കസൂരി മേത്തി കൂടെ ചേർക്കാം. പിന്നീട് 2 ഏലക്ക. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഞാനിവിടെ 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആക്കി വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഓഫ് ചെയ്ത് തൈര് ഒഴിച്ചാലും കുഴപ്പമില്ല. തൈര് ഒഴിച്ചു കഴിഞ്ഞ് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അവസാനമായിട്ട് ഒരൽപ്പം കൂടെ ഗരം മസാലയും ആവശ്യമെങ്കിൽ മാത്രം ഒരൽപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ദഹി ഭിണ്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.